ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വർത്തമാനങ്ങളും വിശേഷങ്ങളും? ഞാൻ ബഷീറാണ്, റിച്ചസ് കിച്ചണിൽ നിന്ന്. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും സുഖമായിരിക്കട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു ചിക്കൻ മക്രൂൺ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതാകുന്ന 2 സൈസ് മക്രൂണ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഇതാ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരച്ചത്, പിന്നെ ഗരം മസാല, ഏലം, പട്ട, ജീരകം, പൊടികൾ, അറബിക്ക് മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉള്ളി വേണം, പിന്നെ കുറച്ച് വെജിറ്റബിള്, തക്കാളി, പിന്നെ സോസ്, സോയാ സോസും കച്ചപ്പും. ഇത് രണ്ടും കൂടിയും. ഇതിൻ്റെ മുന്നേ ഞാൻ നമ്മളെ ചാനലിൽ ഒരു ചിക്കൻ പാർട്സ് മക്രൂണിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞു ഇതിൻ്റെ അറബിക്ക് ഇത് വേണമെന്നുള്ളത്, അറബിയിൽ എങ്ങനെ അത് ചെയ്യുന്നത് എന്നുള്ള, അറബിക്ക് ഡിഷായിട്ട് എങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫുള്ള് അറബിക്ക് ഡിഷായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ വെള്ളം അവിടെ മക്രൂണ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് മക്രൂണയിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ വീഡിയോയിലേക്ക് പോകട്ടോ. ഇപ്പം നമ്മൾ മക്രൂൺ ഇതാ വെള്ളമൊക്കെ തിളച്ച് വന്ന് ഞാൻ ആ മക്രൂണയിലേക്ക് വെള്ളത്തിലേക്ക് ഇട്ട് ഇതാ തിളച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു കാക്കപ്പെണ്ണ വെച്ച് കൊടുക്കാം. അപ്പം മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുള്ള ഗരം മസാലയും ജീരകവും ഇട്ട് കൊടുക്കാം ആദ്യം. അപ്പം ഞാൻ ഇതിലേക്ക് ഗരം മസാല എടുത്തിട്ട് ഗരം മസാലയും ജീരകവും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക, ഉള്ളിട്ട് കൊടുക്കുക. ഇപ്പം നമ്മളെ ജീരകവും ഗരം മസാലയും കറിവേപ്പില കയ്യിലിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഉള്ളിട്ട് കൊടുക്കാം. അപ്പം എന്ത് ചെയ്യുക, നമുക്ക് ഉള്ളി ഒന്നാലും നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ ആദ്യം. ഉള്ളി പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി അങ്ങനെ കുറച്ച് പുട്ട് എടുത്താൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഇപ്പം നമ്മളെ മസാല ഉണ്ടാക്കാനുള്ള ഉള്ളി ഫ്രൈ ആയിട്ടുണ്ട്. കാരണം നല്ലോണം അങ്ങനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളിയും പേസ്റ്റ്, ഇഞ്ചി, പച്ചവളം, വെളുത്തുള്ളി അരച്ചതിൻ്റെ പേസ്റ്റ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി ഇതിൻ്റെ പച്ച മണം മാറി കിട്ടുന്ന നേരം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി നമുക്ക് തക്കാളി ഇട്ട് ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തിട്ട് ടൊമാറ്റോ. അപ്പോൾ ഇതും കൂടി ഇതിലൊന്ന് ചെറിയ തീ കിടന്നിട്ട് ഈ തക്കാളി ഒന്ന് കുക്കായി വരട്ടെ കേട്ടോ. ഇപ്പം നമ്മൾ എടുത്ത് വെച്ച് കെച്ചപ്പും സോയാ സോസും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് നമ്മൾ എടുത്ത് വെച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് മിക്സ് ആക്കിയിലെടുത്ത് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ച മസാലപ്പൊടികൾ, അപ്പോൾ മസാലപ്പൊടികളൊക്കെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പം നമ്മളിതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചാൽ വെജിറ്റബിളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിളും ഇട്ട് ഇനി വെജിറ്റബിൾ ഒന്ന് മിക്സ് ആക്കിയാൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയിൽ നമുക്ക് അവിടെ വെച്ചിട്ട് വെജിറ്റബിൾ ഒന്ന് കുക്കായി വരട്ടെ. ഇപ്പം നമ്മളെ ചിക്കൻ മക്രൂൺ അഥവാ ചിക്കൻ പാസ്തൻ്റെ മസാല ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതാ പാസ്ത അവിടെ കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം നമ്മളെ മക്രൂണ പാസ്ത ഉണ്ടാക്കുന്ന, അതായത് ചിക്കൻ പാസ്ത ഉണ്ടാക്കുന്നതിൻ്റെ മസാല ഇതാ റെഡി ആയിട്ടുണ്ട്. മസാല ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. വെജിറ്റബിൾ കയ്യിലിട്ട് തിളച്ച് വരുന്നുണ്ട്. നമ്മളെ മക്രൂൺ ഇതാ റെഡി ആയിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, ഈ മക്രൂണ കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ മക്രൂണ ഊറ്റി കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ ഒന്ന് കേയി വെക്കുക. അപ്പം നമ്മുടെ മസാല റെഡിയായ മസാലയിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ, ഇത് കുറച്ചുകൂടി വേകാനുണ്ട്. അപ്പോൾ ചിക്കനും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ കിടന്ന് കുക്കാവട്ടെ. ഇത് ഒറിജിനൽ അറബിക് മക്രൂൺ ആട്ടോ. അത് അറബിക് ഫുഡാണ്. അത് ഇതെല്ലാം ഒരു മാറ്റമൊന്നുമില്ല. ഞങ്ങൾ വിചാരിച്ച് കരുവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കരുവേപ്പില ഇട്ട് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഞാൻ സൗദിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഓൾക്ക് കരുവേപ്പില ഇട്ട് കൊടുത്ത് ഉണ്ടാക്കി കൊടുത്ത് പഠിച്ച് അപ്പോൾ ഓൾക്ക് അതിൻ്റെ ടേസ്റ്റ് പിടിച്ചിട്ടുണ്ട്.
ഇപ്പം ഞാൻ എല്ലാ അറബിക്ക് ഡിഷ് ഉണ്ടാക്കുന്നതിലൊക്കെ കരുവേപ്പില ഇടലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ, ഈ മക്രൂൺ നമുക്ക് വെള്ളം മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ ചിക്കന് പാസ്ത, അറബിക് ചിക്കൻ പാസ്ത ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാനെല്ലാം മിക്സാക്കി നമ്മളെ മസാലയിലേക്ക് നമ്മൾ കുക്ക് ചെയ്തിച്ച മക്രൂണ ആഡ് ചെയ്ത് ഞാനിതാ നല്ലോണം മിക്സാക്കി കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ചിക്കനും നമ്മൾ ഉണ്ടാക്കിയ മസാലയായാലും നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് അതൊന്ന് മിക്സാക്കി എടുത്തിട്ട് കാട്ടിത്തരാം. അപ്പം നമ്മളെ ചിക്കൻ മക്രൂണ റെഡി ആയിട്ടുണ്ട്, ചിക്കൻ പാസ്ത റെഡി ആയിട്ടുണ്ട്, അറബിക് ചിക്കൻ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ്. അപ്പോൾ രാത്രിയത്തെ ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ്. എന്നാലും നല്ലൊരു അടിപൊളിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുറഞ്ഞ എരുണ്ട്, എരിവ് ഇല്ലാണ്ട് ഉണ്ടാക്കുക, എരിവ് ഇട്ടിട്ടുണ്ടാക്കുക, എരിവ് വേണ്ടവർക്ക് എരിവ് കൂടുതലാക്കി ഉണ്ടാക്കുക. രാത്രിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി, നല്ലൊരു അടിപൊളി ഡിഷാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കൽ? അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നിങ്ങളെ കമൻറ്റ് എഴുതി അറിയിക്കണേ. അപ്പോൾ അതേപോലെ റിച്ചസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കട്ടെ, മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു, ഗുഡ് ബൈ, ശുഭരാത്രി, ശുഭനിദ്ര.